സിഇഒ അവിടുന്ന് പോയതിനെ തുടർന്ന് തന്നെ പെൺകുട്ടിയും ആ മുറി വിട്ടു പോകുന്നു. സിഇഒയുടെ വിവാഹം കാണാൻ കാത്തിരുന്ന അയാളുടെ അമ്മയാവട്ടെ പെൺകുട്ടിയെ പോകുന്ന വഴിയിൽ കണ്ടെത്തുന്നു. യുവാവിനെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതിക്കുകയാണെങ്കിൽ അവൾക്ക് $10 മില്യൺ സംഭാവനയായി നൽകാമെന്ന് പറയുന്നു. അങ്ങനെയാണ് അവരിരുവരും ഭാര്യ ഭർത്താക്കന്മാരാവുന്നത്. സിഇഒ 3 വർഷം അവളിൽ നിന്ന് അകലം പാലിച്ചു നിന്നത് പെൺകുട്ടി അയാളുടെ സ്വത്തും പണവും കണ്ട് മോഹിച്ചു വന്നവളാണെന്ന് കരുതിയിട്ടാണ്. യുവാവ് പെൺകുട്ടിയിൽ നിന്ന് വിവാഹബന്ധം വേർപെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയൊരിക്കലും അവന് വീട്ടിലേക്ക് പ്രവേശനം കാണില്ല എന്ന് അവന്റെ അമ്മ അവനോട് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ അത് തന്റെ ഭാര്യയാണെന്നുള്ള വിവരം അയാൾക്ക് ഓർമ്മയില്ലായിരുന്നു. സിനിമാ സെറ്റിൽ വെച്ച് പെൺകുട്ടിക്ക് അയാളോട് പ്രണയം തോന്നിയത് കൊണ്ടായിരിക്കാം അവനെ പിന്തുടർന്ന് അവൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് യുവാവ് കരുതിയിരുന്നത്. താൻ അയാളുടെ ഭാര്യയാണെന്നുള്ള വിവരം അയാൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിയാവട്ടെ നിശബ്ദയാവുന്നു. അവള് അയാളോട് താൻ അയാളുടെ ഭാര്യയാണെന്നുള്ള വിവരം വെളിപ്പെടുത്തുന്നുമില്ല. പെൺകുട്ടിയാവട്ടെ ഓരോരോ ഒഴികഴിവുകൾ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായി യുവാവ് അവളെ തടഞ്ഞിട്ട് അവന്റെ കമ്പനിയിലേക്ക് ജോലി ചെയ്യാനായി വരാമോ എന്ന് ചോദിക്കുന്നു. അയാൾ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടിയാവട്ടെ അയാൾ ഒരു പ്ലേ ബോയ് ആണെന്ന് കരുതി തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ ദേഷ്യത്തോടെ അവളുടെ കൈ പിൻവലിച്ച് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ യുവാവിന് ഇതിനോടകം തന്നെ അവളിൽ ഒരു താല്പര്യം ഉണ്ടായി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം പെൺകുട്ടിയാവട്ടെ ഒരു ബിസിനസ് പങ്കാളിയായി ഒരു കരാറിൽ ഒപ്പുവെക്കാൻ ഒരു കമ്പനിയിലേക്ക് വരുന്നു. എന്നാൽ ആ കമ്പനിയുടെ സിഇഒ പെൺകുട്ടിയുടെ ഭർത്താവാണെന്നറിഞ്ഞ് അവൾ വല്ലാതെ ഞെട്ടിപ്പോകുന്നു. യുവാവ് കരുതിയിരുന്നത് പെൺകുട്ടി അവളുടെ മനസ്സ് മാറി അയാളുടെ കമ്പനിയിൽ ജോലിക്കായി വന്നിരിക്കുകയാണെന്നാണ്. എന്നാൽ ഈ സമയത്ത് പെൺകുട്ടിയാവട്ടെ അയാളുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും യുവാവട്ടെ താൻ ഭാര്യയിൽ നിന്ന് ഉടനടി വിവാഹമോചനം നേടുമെന്ന് പെൺകുട്ടിയോട് പറയുന്നു. ഇത് കേട്ട പെൺകുട്ടിക്ക് യുവാവിനോട് വല്ലാത്ത ദേഷ്യം തോന്നുകയും താനാണ് അയാളുടെ ഭാര്യ എന്ന വിവരം വെളിപ്പെടുത്താനും പോകുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ ഓഫീസിന്റെ വാതിൽ തുറക്കപ്പെടുന്നു.